ഹലോ എവ്രി വൺ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിസയും പിസ്സ സോസുമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പിസ്സ ബേസിന് വേണ്ടിയുള്ള ഡവ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. 230 ഗ്രാമാണ് 1 കപ്പിൻ്റെ അളവ്. 1/2 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇളം ചൂടുവെള്ളം 200 ml. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഈസ്റ്റ്, സോൾട്ട്, ഷുഗർ, ഒലിവ് ഓയിൽ. ഇനി ഇതിലേക്ക് വാം വാട്ടറും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു നനഞ്ഞ ടവല് കൊണ്ട് ഇത് മൂടി വെക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. അതിനായി 2 തക്കാളി സെൻറ്റർ പോർഷൻ കളഞ്ഞ് ഇതുപോലെ വരയിട്ടെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അത് തിളയ്ക്കുമ്പോൾ തക്കാളി അതിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സോസിന് വേണ്ടി നമുക്കൊരു വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി നല്ലതുപോലെ പേസ്റ്റായി പോവരുത്. മിക്സറിൽ പൾസിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒറിഗാനോ ആണ്. തൈം പ്ലാന്റിൻ്റെ ലീവ്സ് ഉണക്കി പൊടിച്ചെടുത്തതാണ് ഒറിഗാനോ. ഇത് പല സ്ഥലത്തുമുള്ള ഒറിഗാനോ പ്ലാന്റിൻ്റെ പിക്ചറാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്ക എന്നൊക്കെയാണ് ഈ പ്ലാന്റിന് പറയുന്ന പേര്. ഇതിൻ്റെ ഇല നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയോ അല്ലെങ്കിൽ ഒരു പാനിൽ ചെറിയ ഫ്ലെയിമിൽ അതിൻ്റെ ജലാംശം പോകുന്നത് വരെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് ബേസിൽ ലീവ്സ് ആണ്. ഇതുണ്ടെങ്കിൽ 1-2 ഫ്രഷ് ഇല ഇട്ട് കൊടുക്കാം. ഡ്രൈഡ് ഉണ്ടെങ്കിൽ അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതും പല സ്ഥലങ്ങളിലുമുള്ള ബേസിൽ പ്ലാന്റിൻ്റെ പിക്ചേഴ്സാണ്. ഇത് നമ്മുടെ നാട്ടിലെ തുളസി ചെടിയാണ്. അതിൻ്റെ ഇലയും കതിരോടുകൂടെ തന്നെ നമുക്ക് ഉണക്കി പൊടിച്ച് ഇതുപോലെ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് പാപ്രിക്ക പൗഡറാണ് ചേർക്കാനുള്ളത്. ഇതില്ലെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് 1-2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പിസ്സ സോസ് തയ്യാറാക്കി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പിസ്സയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ തയ്യാറാക്കാം. ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഹാർഡായി പോകാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹെർബൽ ഫ്ലേവറാണ് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്ലേവറാണ്.
ചിക്കന് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കാം. തന്തൂർ മസാല കൊടുക്കാം, ടിക്ക മസാല കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 90% കുക്കാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി 10% നമുക്ക് വഴിയുള്ള പ്രോസസ്സിൽ കുക്ക് ചെയ്തെടുക്കാം. ഇത് ഓവനിലാണെങ്കിൽ ഒരു 50% കുക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് മഷ്റൂംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാനിവിടെ ഹാഫ് കുക്ക്ഡ് മഷ്റൂംസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം. യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ കളർ ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം മാത്രമാണ് ഇടുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇതൊരു 75% കുക്കാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇനിയുള്ള പ്രോസസ്സിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പിസ്സ ബേസ് തയ്യാറാക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുക്കാം. ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കൈ വെച്ച് പരത്തിയെടുക്കണം. ഇതൊന്നുകൂടെ കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുത്ത് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇത്രയെങ്കിലും തിക്നെസ് വേണം നമ്മുടെ പിസ്സ ബേസിന്. ഇത്രയും വലിപ്പമുള്ളൊരു പാനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ചെറിയ പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് 2 എണ്ണമാക്കിയും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ ബേസും ഇവിടെ റെഡിയായി. ഇനി ഒരു ഫോർക്ക് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെയിൻ പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതിനായി ഒരു പാൻ എടുത്ത്, ഈ വലിപ്പത്തിലുള്ള പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പാൻ പിസ്സ ആയതുകൊണ്ട് നമുക്കിതൊരു 75% കുക്ക് ചെയ്തെടുക്കണം. വെരി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫൈനൽ വർക്കാണ് ചെയ്യാനുള്ളത്. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിസ്സ ബേസിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ കുക്കിംഗ് ആണ്. അതിനായി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഈ പാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ പാനിൻ്റെ അടിയിൽ ഒരു അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം ടൈം ഞാൻ വേറൊരു പാൻ മറ്റേ അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ പിസ്സയുടെ അടിഭാഗവും മുകൾ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 6-7 തവണ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഇതേ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ ഏകദേശം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള വെജിറ്റബിൾസും ചിക്കനും നമ്മുടെ പിസ്സ ബേസും ഒക്കെ ഏകദേശം കുക്കായി വരുന്നുണ്ട്. അല്പം ഒറിഗാനോ കൂടെ ഞാൻ ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ പെർഫെക്റ്റായി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്.